നമസ്കാരം. കേരളത്തിലെ UDFിൻ്റെ വിജയശില്പി, ദ റിയൽ ഫൈറ്റർ വി ഡി സതീശൻ, അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വി ഡി സതീശനെ ഏവരും വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലത്തെ വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രവർത്തനം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ പൊതുജനം അഭിപ്രായപ്പെട്ടാലും അതിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കുറേ നാളായി വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി തറപ്പിച്ച് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു പോന്നിരുന്നു. അത് തന്നെയാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. 100 സീറ്റ് കിട്ടി UDF അധികാരത്തിൽ വരുമെന്നും 100 സീറ്റ് UDFിന് കിട്ടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും പറഞ്ഞ ഏക നേതാവ് വി ഡി സതീശനാണ്. 100 സീറ്റ് UDFിന് കിട്ടുമെന്ന് പറയാൻ വി ഡി സതീശൻ കാണിച്ച കോൺഫിഡൻസിനെയാണ് സോഷ്യൽ മീഡിയയും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ഒരേപോലെ അഭിനന്ദിക്കുന്നത്. വി ഡി സതീശൻ്റെ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ വിവിധ പ്രസ്താവനകൾ നമുക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വളരെ സുവ്യക്തമാണ്. ഏറ്റവും ആദ്യത്തേതെന്ന് പറയാൻ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപാടെ തന്നെ ഉണ്ടായിട്ടുള്ള തൃക്കാക്കരയിലെ ബൈ ഇലക്ഷൻ. ഉമാ തോമസ് അവിടെ 20,000-ന് മുകളിൽ വോട്ട് നേടും എന്നുള്ളതായിരുന്നു വി ഡി സതീശൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പായി മാധ്യമങ്ങളോട് പറഞ്ഞത്. 25,000-ന് മുകളിൽ ഉമാ തോമസിന് ഭൂരിപക്ഷം ലഭിച്ചു. തൊട്ടു പിന്നാലെ തന്നെ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. പുതുപ്പള്ളിയിൽ വി ഡി സതീശൻ പറഞ്ഞിരുന്ന ഒരു കാര്യം അവിടെ വിസ്മയമുണ്ടാകും എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ മാധ്യമങ്ങളെല്ലാവരും ചോദിച്ചു, എന്താണ് വിസ്മയം ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ആ ഘട്ടത്തിൽ വി ഡി സതീശൻ പറഞ്ഞ മറുപടിയുണ്ട്. ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി മണ്ഡലത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 33,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതിലും വലിയ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് ലഭിക്കുമെന്നായിരുന്നു അന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് അക്ഷരം പ്രതി ശരിയാകുന്ന തരത്തിൽ 37,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് പുതുപ്പള്ളി മണ്ഡലത്തിൽ ആ ഉപതെരഞ്ഞെടുപ്പിന് ലഭിക്കുകയുണ്ടായി. അതിന് പിന്നാലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. അത് 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് പോയി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവിടെ വി ഡി സതീശൻ പറഞ്ഞു 10%, ഏകദേശം 7% വോട്ട്, അതായത് 10,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു. അവിടെ കൃത്യമായിട്ട് തന്നെ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുകയുണ്ടായി. അടുത്ത പ്രധാനപ്പെട്ട വി ഡി സതീശൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിരുന്നു. ആ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: 17 മുതൽ 19 സീറ്റ് വരെ കേരളത്തിൽ UDFിന് ലഭിക്കും എന്നുള്ളതായിരുന്നു അന്ന് സതീശൻ പറഞ്ഞത്. അത് അക്ഷരം പ്രതി ശരിയാകുന്ന തരത്തിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ഘട്ടത്തിലും. അത് 18 സീറ്റ് എന്ന നിലയിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതായത് 17 മുതൽ 19 സീറ്റിൻ്റെ ഇടയിൽ എന്ന് പറയുന്നു 18 സീറ്റ് നേടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്നിട്ടുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ അന്ന് കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ലോക്കൽ ബോഡി ഇലക്ഷനിൽ 4 കോർപ്പറേഷൻ അത് UDF പിടിക്കും, UDF ഭരിക്കുമെന്ന് പറഞ്ഞു. അത് അക്ഷരം പ്രതി ശരിയായി. അതോടൊപ്പം തന്നെ 7-ലധികമോ ജില്ലാ പഞ്ചായത്തുകൾ UDF ഭരിക്കുമെന്ന് പറഞ്ഞു. 7 ജില്ലാ പഞ്ചായത്തുകൾ UDFിന് ഭരിക്കാനും കഴിഞ്ഞു. 8ാമത്തെ ജില്ലാ പഞ്ചായത്തിൽ 1 സീറ്റിൻ്റെ മാർജിനിൽ പോയി. അങ്ങനെ കൃത്യമായിട്ടുള്ള നേരത്തെയുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുള്ള നിരീക്ഷണം കൃത്യമായി തന്നെ വി ഡി സതീശന് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല 55% ഗ്രാമപഞ്ചായത്തുകൾ UDFിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നായിരുന്നു അന്ന് വി ഡി സതീശൻ പറഞ്ഞത്. അത് അക്ഷരം പ്രതി ശരിയാകുന്ന തരത്തിൽ 55%, അതിൽ കൂടുതൽ സീറ്റുകളിൽ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ തന്നെ UDFിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതേ വി ഡി സതീശൻ തന്നെയാണ് പറഞ്ഞത് 100 സീറ്റിന് മുകളിൽ കൃത്യമായി UDFിന് കേരളത്തിൽ ലഭിക്കും എന്ന് പറഞ്ഞു. ആ 100 സീറ്റ് എന്നുള്ളത് ഇപ്പോൾ 102 സീറ്റ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത്ര ഉറച്ച വിശ്വാസത്തോടു കൂടി
UDF ഇത്ര സീറ്റ് പിടിക്കും, ഇത്ര സീറ്റിൽ ജയിക്കും, ജയിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കും എന്ന് പറയാനുണ്ടായിരുന്ന ആർജവം, ആ ഒരു കപ്പാസിറ്റി, ആ ഒരു നിരീക്ഷണ പാടവം, അത് കൃത്യമായി VD സതീശന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വളരെ എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളും തന്നെ കൃത്യമായി അടിവരയിടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ LDFന് ലഭിച്ചിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. അദ്ദേഹം അന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ് NSSനെതിരെ. അദ്ദേഹം കൃത്യമായ നിലപാട് സ്വീകരിച്ചതായിരുന്നു SNDPക്കെതിരെ. ആ നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്ന് CPMന് ഒപ്പം ചേർന്ന് SNDPയും NSSും VD സതീശനെ തോൽപ്പിക്കാനും UDFനെ തോൽപ്പിക്കാനും ആകുന്നത്ര ശ്രമിച്ചു. എന്നിട്ടും നടന്നിട്ടില്ല. ആകുന്നത്ര ശ്രമിച്ചു. UDFനെയും കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട ഈഴവ നേതാക്കൾ അല്ലെങ്കിൽ നായർ നേതാക്കൾ ഇവരെ കൃത്യമായി കണ്ടെത്തി VD സതീശനെതിരെ പടപ്പുറപ്പാടുണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അതും ഫലവത്തായില്ല. അതാണ് പറഞ്ഞത്, കേരളത്തിലെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു റിയൽ ഫൈറ്റർ എന്ന് പറയുന്നത് അത് പറവൂരിൻ്റെ സ്വന്തം VD സതീശൻ തന്നെയാണെന്ന് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ VD സതീശൻ്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട്, ഡെവലപ്മെൻറ്റ് വിഷൻ, അതിനെക്കുറിച്ചും എടുത്തു പറയാതിരിക്കാൻ വയ്യ. VD സതീശൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു പോഡ്കാസ്റ്റിനകത്ത് അദ്ദേഹം കൃത്യമായി പറയുകയാണ്, കേരളത്തിൻ്റെ തീരമേഖല 600 കിലോമീറ്റർ തീരമേഖല, ഇവിടെ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം തന്നെ അദ്ദേഹത്തിന് അടിവരയിട്ട് എടുത്തു പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദീർഘവീക്ഷണത്തിന് ഇത്രയധികം ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളത്. UDF നേതാക്കൾ മാത്രമല്ല, UDF പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിലെ പൊതു ജനമനസാക്ഷി ഒന്നടങ്കം ആ വിഷയത്തിൽ അദ്ദേഹത്തിനോട് ഒപ്പം നിൽക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയാതിരിക്കാൻ വയ്യ. കേരളത്തിലെമ്പാടും, കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലൂടെയും അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്ര, ആ രാഷ്ട്രീയ യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനം UDF അധികാരത്തിലേക്ക് എന്നുള്ളതാണ്. ആ യാത്ര എറണാകുളത്ത് എത്തിയപ്പോൾ തന്നെ അധികാരത്തിലേക്ക് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞെങ്കിലും തിരുവനന്തപുരത്ത് യാത്ര അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായി അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, UDF സർക്കാരാണ് ഇനി ഭരണത്തിലേക്ക് വരാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നല്ല രീതിയിൽ വിയർക്കും എന്ന് പറഞ്ഞു. UDFൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനമായിരുന്നു, VD സതീശൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയായിരുന്നു, 1 ഡസനിലധികം മന്ത്രിമാർ കേരളത്തിൽ തോക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ വാക്കുകൾ അക്ഷരം പ്രതി ശരിയായിക്കൊണ്ട് അല്ലെങ്കിൽ ശരിവെച്ചുകൊണ്ട് 1 ഡസനിലധികം മന്ത്രിമാരും തോറ്റിരിക്കുന്നു. അതാണ് പറഞ്ഞത്, UDFൻ്റെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള, ഏറ്റവും കാര്യപ്രാപ്തിയുള്ള റിയൽ ഫൈറ്റർ എന്നത് VD സതീശൻ തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതിനെ അടിവരയിടുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളും ആ പ്രസ്താവനകൾക്ക് പുറത്തുണ്ടായിട്ടുള്ള ശരികളുമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.